നമസ്കാരം സാർ. എന്താ സാറേ ഈ കാണിച്ചത്? അതുങ്ങളും മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ? അച്ചോ, അച്ഛന്റെ മനുഷ്യ കുഞ്ഞുങ്ങൾക്കേ ലാത്തി മൊട്ടുസൂചി ഒന്നും പോരാ. പർദീസയിൽ പരാമർടിക്കുന്ന വിത്തുകളായവന്മാര്. ആ അതിരിക്കട്ടെ, എത്ര കിലോ കഞ്ചാവ് ഉണ്ടാകും പള്ളിയിൽ ഇനി ബാക്കി? കഞ്ചാവ്? എന്താ വല്യച്ഛ ഇൻസ്പെക്ടർ പറയുന്നത്? അപ്പൊ വക്കീൽ സാർ കാര്യങ്ങളൊന്നും അറിയാതെയാ ജാമ്യമെടുക്കാൻ ചാടി പുറപ്പെട്ടത് അല്ലേ? ഒന്നിങ്ങി വന്നേ. എന്റെ പൊന്നച്ചോ, ഈ കേസ് കെട്ട് ഞാൻ ഏറ്റെടുക്കുകയല്ല. എന്റെ കരിയർ തുടങ്ങിയതേ ഉള്ളൂ. ഒന്ന് ഷൈൻ ചെയ്യാമല്ലോ എന്നോർത്താ ഇത് ഞാൻ ഏറ്റത്. എന്റെ ഭാവിയുടെ പ്രശ്നമാച്ചോ, ഞാനില്ലേ. കള്ളക്കേസ് ഉണ്ടാക്കിയ കുട്ടികളെ ലോക്കപ്പിൽ അടച്ചിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. അവരെ കൊടുക്കാൻ താൻ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന കേസും ചരിത്രമൊക്കെ അങ്ങ് കീറിയേക്കണം. അവരുടെ മൊഴിയെടുത്ത് പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ കുട്ടികളെ ഈ നിമിഷം റിലീസ് ചെയ്തിരിക്കണം. സാർ അതിപ്പോ ഇനി വേണ്ട. നോ ക്വസ്റ്റ്യൻസ്, നോ ആർഗ്യുമെന്റ്സ്. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. സാർ, MLA ഭാസ്കരന്റെ ഗസ്റ്റ് ഹൗസ് റെഡി ചെയ്യണം. മരിച്ചതാരാണെന്നും ഡെഡ് ബോഡി എന്ത് ചെയ്തെന്നും പുലരുന്നതിന് മുമ്പ് എനിക്ക് റിപ്പോർട്ട് കിട്ടണം. ഇറ്റ്സ് ആൻ ഓർഡർ. യാതൊരു ഡിപ്പാർട്ട്മെന്റൽ മൊറാലിറ്റിയും ഇല്ലാത്ത വെറും ഒരു വൃത്തികെട്ടവനാണ് ചോ ഈ കൃഷ്ണകുമാർ. അബദ്ധത്തിനെങ്ങാണ്ട് കാക്കി ദേഹത്ത് കയറിയതേ ഉള്ളൂ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ, ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. SSLCക്ക് സ്റ്റേറ്റ് റാങ്ക് വാങ്ങേണ്ട കുഞ്ഞുങ്ങളാ. അവരുടെ ഭാവിയാ തന്റെ കയ്യിൽ. ബുദ്ധിമുട്ടിക്കാണെന്ന് വിചാരിക്കരുത്. എന്താ ചെയ്ത്? നല്ല കഥയായി. എനിക്ക് ബുദ്ധിമുട്ടോ? അച്ഛനും കൂടി അവകാശപ്പെട്ടതാ ഈ നിലയും പദവിയൊക്കെ. കർത്താവിന്റെ കൃപ കൊണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കെല്ലാം ഈ വലിയ മനസ്സുണ്ട്. എന്നാ ഞാൻ അറിഞ്ഞിട്ട് കുഞ്ഞെ. അടുത്ത ആഴ്ച വലിയ പെരുന്നാളാ. ഞാനും സൂര്യൻ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛനെ ക്ഷണിക്കാൻ. ഓ സന്തോഷം. ശരി അച്ചു. യെസ്, വരണം മിസ്റ്റർ ഭാസ്കരൻ. ഇരിക്കണം. കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. ഞാൻ അത്യാവശ്യമായ കേസിന്റെ കാര്യം സംസാരിക്കാനാ വന്നത്. അറിയാം, ആദിത്യ മര്യാദ കാണിച്ചെന്നേ ഉള്ളൂ. പ്രതികൾ വീട്ടിൽ എന്നെ കാണാൻ വരുന്ന എനിക്ക് ഇഷ്ടമല്ല. പ്രതിയല്ല മിസ്റ്റർ അബ്ദുൾ റഹ്മാൻ, പ്രതിനിധി. ഈ നാടിന്റെ പ്രതിനിധി. ദ്രവ്യനഷ്ടം അതെത്ര വലുതായാലും ഞാൻ സഹിച്ചു എന്ന് വരും. പക്ഷേ മാനനഷ്ടം അതെത്ര ചെറുതായാലും ഭാസ്കരൻ പുറത്തുനിന്ന് വരില്ല. രണ്ട് തെരുവ് പിള്ളേരുടെ പിച്ചും പേയും കേട്ട് നിങ്ങൾ കുത്തിക്കുറിക്കാൻ പോകുന്ന ഈ കേസുണ്ടല്ലോ, അത് വെറും കീറക്കടലാസായി മാറുന്നത് നിങ്ങൾക്ക് കാണണോ? അലറണ്ട. ചെയ്യുന്നതേ ഭാസ്കരൻ പറയൂ, പറയുന്നതേ ഭാസ്കരൻ ചെയ്യൂ. എനിക്കെതിരെ സാക്ഷി പറഞ്ഞാൽ ആ പിള്ളേർ ജീവനോടുണ്ടാവില്ല. എന്താ? എന്തു പറ്റി? ഞാൻ ആകെ ടെൻസ്ഡാണ്. ഒരു ക്രിമിനലിനെ രക്ഷപ്പെടാൻ അനുവദിക്കണോ, അതോ രണ്ട് പാവം കുട്ടികളെ കുരുതി കൊടുക്കണോ? ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. വിഷമിക്കണ്ട, എല്ലാത്തിനും പടച്ചോൻ ഒരു വഴിയുണ്ടാക്കും. ആ കൊച്ചച്ഛനോ? വരുന്ന വഴിയായിരിക്കും. അതെ. ഇരി. എന്തൊക്കെയാ വല്യച്ഛ ഈ കേൾക്കുന്നത്? ഇനിയിപ്പോ പത്രക്കാരിത് അങ്ങോട്ട് ഏറ്റെടുക്കും. മൊത്തം സഭയ്ക്കാ ഇതിന്റെ നാണക്കേട്. മെത്രാനച്ഛൻ ആകെ വിഷമത്തില. മന്ത്രി തന്നെ വിളിച്ച് പിതാവിനോട് ഇത്തിരി മുഷിഞ്ഞ് സംസാരിച്ചു. അതാ എന്നെ ഇപ്പോ തന്നെ ഇങ്ങോട്ട് അയച്ചത്. വല്യച്ഛനിനി ഇടവക ഭരണം വേണ്ടെന്നാ പിതാവിന്റെ തീരുമാനം. അരമനയെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ വിശ്വാസികളുടെ ചോദ്യത്തിന് എന്തുത്തരം പറയും?
വള്ളിക്കാട്ടിൽ അച്ഛൻ നാളെ ഈ ഇടവകയുടെ ചാർജ് എടുക്കും. എല്ലാം പിതാവ് ഇതിൽ എഴുതിയിട്ടുണ്ട്. വല്യച്ഛനൊന്ന് വിശ്രമിക്ക്. ആലുവായിൽ വൃദ്ധ പുരോഹിതന്മാർക്കൊരു മന്ദിരം തുറന്നിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടു. കൊള്ളാം. നല്ല ഫുഡ്, നല്ല അക്കോമഡേഷൻ, പാന ചൊല്ലാനും കാണാനുമുള്ള സൗകര്യവും ഉണ്ട്. അപ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്റെ മക്കള് വേറെ മേടിച്ച് കണ്ടില്ല. ഒരു ദിവസം പോലും എന്നെ അങ്ങോട്ട് വിളിക്കുകയാണല്ലേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ പിള്ളേർക്ക് അവർക്കിനി ആരുമില്ല. അവരാ കുട്ടികള്. അന്നൊരാളെ അറിയാം. ഞങ്ങളുടെ പോക്കറ്റിൽ കഞ്ചാവ് പോലീസുകാർ കൊണ്ടിട്ടതാ. അതും അറിയാം. ഞങ്ങൾ ഇനി തട്ടുകട നടത്തിയ പോലീസുകാർ പിടിക്കോ സാറേ? ഇനി നിങ്ങൾ തട്ടുകട നടത്താൻ പോകണ്ട. സാർ എന്നുള്ള ഈ വിളിയും വേണ്ട. ഇന്നു മുതൽ ഞാൻ വാപ്പയും ഇത് നിങ്ങളുടെ ഉമ്മയും.